ഇന്നലെ നൈറ്റ് നമുക്കൊരു വീഡിയോ എഡിറ്റ് ആക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ എണീക്കാൻ കുറേ വൈകി. അപ്പോൾ ഒന്ന് ഉച്ച എണീറ്റപ്പോൾ അങ്ങനെ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഇങ്ങനെ നമ്മൾ സ്ഥിരം വല്ല മെസ്സില്ല, അപ്പോൾ ഒന്ന് പുറത്ത് പോയി ഫുഡ് കഴിച്ചത്. അങ്ങനെ നല്ലൊരു മീൻ വറുത്ത കുട്ടിയുടെ ഫുഡ് കഴിച്ച് പിന്നെ നമ്മൾ നാട്ടിൽ പോകാൻ റെഡിയായി. കാരണം നമുക്ക് ഓണം വെക്കേഷൻ തുടത്തിയിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ പോകാൻ റെഡിയായി. ട്രെയിനിലാണ് പോണേ. അതിന് നല്ല വിശപ്പ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ കയറി. നമ്മൾ സ്ഥിരം ഭായിമാരെ കടയിൽ നിന്നാണ് നാട്ടിൽ പോകണമെന്ന് ഫുഡ് കഴിക്കാറ്. അങ്ങനെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചാൽ നമ്മൾ ബസ് കാത്തിക്കാണ്. കുറച്ച് പേരെ നമ്മൾ ഫ്രണ്ട് ഡ്രോപ്പ് ചെയ്ത് നമ്മളെ. അങ്ങനെയൊക്കെ ബസ് കിട്ടി നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മൾ രാജറാണിക്ക പോക്ക്, ഞങ്ങൾ കൊച്ചുകോളിൽ നിന്ന് ട്രെയിൻ എടുക്കണേ. ഞാൻ എപ്പോഴും റെയിൽവേ സ്റ്റേഷനിലേക്ക് 1 മണിക്കൂർ മുമ്പ് എത്തും. കാരണം എന്താ വെച്ചാൽ ഈ റെയിൽവേ സ്റ്റേഷൻ പോയി കാണാണ്ട് ആരുമില്ലാത്ത പ്ലാറ്റ്ഫോമിൽ കുറച്ചേരം ഇരിക്കാൻ ഭയങ്കര രസമാണ്. പക്ഷേ ഇത് രസം കുറച്ച് കൂടി. കാരണം ട്രെയിൻ 1 മണിക്കൂർ 1.5 മണിക്കൂർ ലേറ്റ് ആയിരുന്നു. കട്ട പോസ്റ്റ്. അങ്ങനെ നമുക്ക് മേലത്തെ പുറത്താണ് കിട്ടിയിരിക്കുന്നത്. അത് അതിലേറെ പണി കിട്ടി. കാരണം താഴത്തൊരു കുട്ടി ഉണ്ടായിരുന്നു. കുട്ടി കരച്ചിലോട് കരച്ചിൽ. അങ്ങനെ ഉറക്കം ഫുള്ള് പോയി. അങ്ങനെ നമ്മൾ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ നമ്മൾ എണീറ്റ് മുഖം കണ്ട് ആകെ ഇതാക്കണ്ട, ആകെ ഉറക്കപ്പിച്ചിലാണ്. അതിൻ്റെ പ്രശ്നമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇത്രയും കാലം കാണാത്തൊരു ട്രെയിൻ നമ്മളെ നാട്ടിൽ ഇങ്ങനെ പോകുന്നു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്ന്. അപ്പോൾ പറഞ്ഞു ഒരു പുതിയ ട്രെയിൻ വന്നതാണ് പറഞ്ഞു. അതെന്തായാലും നന്നായി, കാരണം ഇനി പോകാൻ സുഖമായല്ലോ. അങ്ങനെ നമ്മളൊരു 4 മണി 5 മണിയൊക്കെ നമ്മൾ വീട്ടിലേക്ക് എത്തി. അങ്ങനെ പിന്നെ നേരെ കടന്നിറങ്ങി നമ്മൾ. കാരണം ഉറക്കം നഷ്ടമാണ്. വീട്ടിലേക്ക് എത്തിയില്ലേ.